സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യത്തെപ്പറ്റി തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയെപ്പറ്റി ഇപ്പോൾ നടക്കുന്ന ഒരു ക്യാമ്പയിൻ, അല്ലെങ്കിൽ ആ ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചതിനെ പറ്റി കളിയാക്കി കൊണ്ടുവരുന്ന ആളുകളെ പറ്റി പറയാൻ കൂടിയാണ്. നമുക്കറിയാം ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ മമ്മൂക്ക എത്തുന്നു. മമ്മൂക്ക അവിടെ തകർത്താടുന്നു, നല്ല കിൻഡലിഡി അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ 74 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം അവിടെ ഉണ്ടാവുന്നു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മുതൽ ഒരു കൂട്ടം ആളുകൾക്ക് നല്ല രീതിയിൽ കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘികളാണെന്നും അതേപോലെ തന്നെ ഏട്ടൻ ഭക്തൻസ് ആണെന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മമ്മൂക്കയുടെ ഏത് പടം ഇറങ്ങിയാലും അവിടെ എല്ലാം ഒരു നെഗറ്റീവ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ മമ്മൂക്കയെ ഇല്ലായ്മ ചെയ്യണം, മമ്മൂക്ക അങ്ങനെ ഉണ്ടാവാനേ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ചേതവികാരവും ഒരു കളിയും ഇവിടെയും കാണാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ മമ്മൂക്കയെ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ആ സംവിധായകനും അതേപോലെ തന്നെ ആ സിനിമയിലുള്ള ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം 20-30 വയസ്സുള്ളൊരു മനുഷ്യനെ വെച്ചുകൊണ്ടല്ല ആ സിനിമയിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. 74 വയസ്സുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം മമ്മൂക്കയും മോഹൻലാലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് 74 വയസ്സും മോഹൻലാലിന് 64 വയസ്സുമാണ്. അവിടെ ഇന്നലെയും ഞാൻ പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. ആനയെ എലിയേയും പോലെയുള്ളൊരു വ്യത്യാസം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ പ്രായം, മമ്മൂക്കയുടെ എക്സ്പീരിയൻസ്, മമ്മൂക്കയുടെ ആ ഒരു കഴിവ്, ഇതെല്ലാം ഒരു കൺസേൺ ആയിട്ട് പല ആളുകളും ഇപ്പോൾ പറയുന്നുണ്ട്. മമ്മൂക്കയുടെ കഴിവെന്ന് പറയുന്ന സാധനം, അല്ല മമ്മൂക്കയുടെ അഭിനയം എന്ന് പറയുന്നൊരു സാധനം, അത് ഒരാൾക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാണ് മമ്മൂക്ക ചെയ്തു വെക്കുന്നത്. ഏത് കഥാപാത്രം കിട്ടിയാലും അങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അശ്വന്ത് ഗോക്ക് മറ്റുള്ളവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അശ്വന്ത് ഗോക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മമ്മൂക്ക ഈ സിനിമയിൽ വന്നിട്ട് ഒരുമാതിരി വളിപ്പ് സാധനമാണ് ചെയ്തത്, ചളിപ്പാണ്, ചുമ്മാ മമ്മൂക്കയൊക്കെ ഒരു പഞ്ചില്ല. അത് അശ്വന്ത് ഗോക്ക് പറയുന്നതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. മമ്മൂക്കയെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ബാക്കിയുള്ള ഒരാൾക്കും സാധിച്ചിട്ടില്ല. മമ്മൂക്കയുടെ തുറുപ്പുലാൻ എന്ന് പറയുന്ന സിനിമയിലെ സ്ലാങ്ങും അല്ലെ അങ്ങനെയുള്ളൊരു സംസാര രീതിയും ബെസ്റ്റ് ആക്ടറിലെയൊക്കെ പോലെയൊക്കെ എനിക്കും ഫീൽ ചെയ്തു. എവിടേക്കോ അങ്ങനെ ഒരു ടച്ച് വന്നതുപോലെ. അത് മമ്മൂക്ക അങ്ങനെ ആയതുകൊണ്ടോ അല്ല മമ്മൂക്ക അങ്ങനെ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല, മമ്മൂക്കയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതുകൊണ്ടാണ്. അപ്പം മമ്മൂക്കയ്ക്കെതിരെ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ ഇപ്പോൾ അല്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഏത് സിനിമ വന്നാലും. ഇനി മമ്മൂക്ക ക്യാമിയോ റോൾ വിട്ട് മമ്മൂക്ക നായകനായിട്ട് വന്നെങ്കിൽ പോലും, ഈവൻ നായകനാണെങ്കിൽ പോലും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. സോ ഇത് മമ്മൂക്കയെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മമ്മൂട്ടി യുഗം തീർന്നു കാണാൻ ആഗ്രഹിക്കുന്ന, മമ്മൂട്ടി യുഗം ഇനി ഒരിക്കലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു വീഡിയോയിൽ പുറത്ത് പോയിട്ട്, അതായത് മസ്കറ്റിൽ പോയിട്ട് ഒരു നമ്മുടെ മീഡിയ വണ്ണിലെ അവതാരിക ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ്റെ പ്രായം ഒന്ന് ഗസ് ചെയ്യാൻ. അത് മലയാളിയോടല്ല, വേറെ രാജ്യത്തുള്ള അല്ലെങ്കിൽ വേറെ ആളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് 30 എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും ആ 30 ഇയേഴ്സ് ഓൾഡ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്നത് മമ്മൂക്കയ്ക്ക് 30 വയസ്സേ ഉള്ളൂ എന്നാണ്. ഓക്കെ, അതിൻ്റെ കമൻറ്റ് ബോക്സിലും പഴയ ഫോട്ടോ, കുറച്ചുകൂടി പഴയ ഫോട്ടോ കാണിക്ക് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്നുണ്ട്. ആ ഒരു മോൻ്റെ പരാമർശത്തിന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഉണ്ട്, ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് ഫോട്ടോ. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എത്ര വയസ്സ് പറയിപ്പിക്കും, അല്ല എത്ര വയസ്സ് പറയും? നമ്മൾ ആരാധകരല്ല, മമ്മൂക്കയെ സ്നേഹിക്കുന്ന, മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ, വ്യക്തിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അതിൽ ഒരുപാട് പ്രായമൊന്നും തോന്നത്തില്ല. എന്നാൽ മമ്മൂക്കയുടെ വിരോധമുള്ള ഒരാൾ ആ ഒരു കണ്ണിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ എനിക്ക് മമ്മൂക്കയുടെ വലിയ വിരോധമാണ്. മമ്മൂക്ക ഒരിടത്തും രക്ഷപ്പെടാൻ പാടില്ല, ഒരു കാരണവശാലും മമ്മൂക്ക ഉയർന്നു വരാൻ പാടില്ല. ഇനി മമ്മൂക്ക വേണ്ട. മലയാള സിനിമ ഒരു മേഖലയിൽ ഇനി മമ്മൂക്ക ഉണ്ടാവാനേ പാടില്ല. കഴിഞ്ഞ 45 അല്ലെ 46 വർഷങ്ങളായിട്ട് മമ്മൂക്ക ഇവിടെ ഉണ്ട്. ആ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ഇനി ഇവിടെ വേണ്ട. ഇവിടെ ലാലേട്ടനൊക്കെ ഇനിയും വളർന്നു വരാൻ ഇനിയും സമയമുണ്ടല്ലോ. 74 വയസ്സായ ഒരു കിളവൻ എന്തിനാണ് ഇനി വരുന്നത്? ഇങ്ങനെ ഒരു ചിന്താഗതി ചില ആളുകളുടെ മനസ്സിലുണ്ട്. ആ ചിന്താഗതി തന്നെയാണ് ഇവരെ കൊണ്ട് ഈ രീതി പറയിപ്പിക്കുന്നത്. അതിന് അശ്വന്ത് കൊക്കും ഒരു കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അശ്വന്ത് കൊക്ക് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആ സിനിമയിൽ സംഭവിച്ചിട്ടുള്ളത് അവർ വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം വസ്തുത തന്നെയാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മമ്മൂക്കയുടെ ഈ പ്രായത്തിനെ മാനിച്ചുകൊണ്ടൊരു കാര്യം വേണമെങ്കിൽ അശ്വന്ത് കൊക്കിന് പറയാമായിരുന്നു. എന്തായാലും നമുക്ക് അശ്വന്ത് കൊക്ക് എന്താ പറയുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന സംഭവം പരിപാടിയൊക്കെ വെച്ചിട്ട് അത് ഇന്റർവെല്ലിൽ നല്ലതായി ഞാൻ പറഞ്ഞു. പിന്നെ പടം അങ്ങനെ തന്നെ ആ ഫ്ലോയില് അവസാനം വരെ മമ്മൂക്ക വരുന്നവരെ ആ ഫ്ലോയില് അങ്ങ് പോയിട്ടുണ്ട്. ഇവർക്ക് നൈട്രോ കിള്ളി, കടൽക്കൊമ്പൻ, എന്താ മസ്താൻ, അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ ടി വിയിൽ കാണുന്ന ഒരു വൈബ് തന്നെ കിട്ടിയിട്ടുണ്ട്. ടോഷ് ക്രിസ്റ്റി കൊമ്പൻ, അദ്ദേഹം ഇരട്ടകളും പരട്ടകളായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ചുമ്മാ അടി വാങ്ങുന്ന കഥാപാത്രം. ഇനിയാണ് വാൾട്ടർ ലോപ്പസ് ഗുഹുക്കി, സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്ക. അദ്ദേഹത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, കാരണം തുടക്കത്തിലെ അതിന്റെ ഒരു ഗ്ലിംസസ് തന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര റിസപ്ഷൻ ആയിരുന്നേ, കാരണം ഫാൻസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും.
പക്ഷേ പിന്നെ പറഞ്ഞാല് കോമഡി പീസ് പറഞ്ഞാൽ അസല് കോമാളി ക്യാരക്ടർ. അതിന് എന്ത് പുള്ളി ഒന്ന് കാണിച്ചു പോയേക്കുന്നേ. അതായത് കറക്റ്റ് ബസൂക്ക 2.0, ബസൂക്കയുടെ അതേ മാനറിസംസ്. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക, എന്നിട്ട് സാർ കോസ്റ്റ്യൂംസ് കൂട്ടരെ മോശം കോസ്റ്റ്യൂംസിൽ എടുത്താലും മമ്മൂക്കനെ കണ്ടിട്ടില്ല. വെറും അബദ്ധം കോസ്റ്റ്യൂംസ്. എന്നിട്ട് ചപ്പടാച്ചി വിൽക്കും. അത് എന്റെ മുടിക്ക് കളർ അടിച്ച് എങ്ങനെ ഉണ്ടാവും, ഏകദേശം അതുപോലെ ഉണ്ട്. എന്നിട്ട് ഡയലോഗ് ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ പുള്ളി പറയുന്നേ. അതായത് ആ പോട്ട് വെച്ച് സ്ലാങ്ങിൽ എന്തൊക്കെയോ പറയാ. ഇത് കോമഡിയാണോ ഉദ്ദേശിച്ചത് അതോ മാസാണോ ഉദ്ദേശിച്ചത്? എന്നിട്ട് പുള്ളിയെ കൊണ്ടുപോയിട്ട് പാരലൈസ്ഡ് ആയിട്ട് ഈ പിന്നെ വീൽചെയറിലിരിക്കുന്ന സായികുമാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മമ്മൂക്കനെ കൊടച്ചിരുത്തി. എന്നിട്ട് പുള്ളി ഇരുന്ന് ഇങ്ങനെ അടി കാണും. അതായത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടത്തിൽ ക്യാമിയോ വരുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ നടനായിരിക്കണം ഒന്നെങ്കിൽ, ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഒരു ഫീൽ ചെയ്യിപ്പിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഓറെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കണം. ഇത് ഒരു ആക്ഷൻ പടത്തിൽ വന്നിട്ട് അവസാനം കോമഡി ആയി കളഞ്ഞു. അത് ഒരിഞ്ഞ ഇടി നടക്കുക, പരിപാടി നടക്കുന്ന ഇടയ്ക്ക് മമ്മൂക്കയുടെ എൻട്രി. എന്നിട്ട് അവിടെ വന്നിട്ട് കോമാളിക്കളി ഭയങ്കര കോമാളി തറയിപ്പോയി മമ്മൂക്കനെ കൊണ്ട് കാണിപ്പിച്ചത്. തസ്നി ഖാനാണ് ഈ സിനിമയിൽ മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അശ്വന്ത് കൊക്ക് പറഞ്ഞതിൽ മമ്മൂക്കയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന് പറയുകയാണെങ്കിൽ അംഗീകരിക്കാൻ സാധിക്കും. മമ്മൂക്ക ഒരു കോമാളിയാണെന്നാണ് അശ്വന്ത് കൊക്ക് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് ശ്രമിക്കുന്നതെങ്കിൽ അശ്വന്ത് കൊക്കെ നിനക്ക് തെറ്റി. ആ ഒരു മനുഷ്യൻ്റെ 74ാമത്തെ വയസ്സിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണിത്. ഇത് ശരിക്കും അദ്ദേഹത്തിന് ക്യാമിയോ റോളിൽ വരണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ ചെയ്തൊരു സിനിമയൊന്നും അല്ല. അദ്ദേഹത്തിന് ആ സിനിമയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഡൈഹാർഡ് ഫാൻസ് പറഞ്ഞതിൻ്റെ പേരിൽ, അതായത് അർജുൻ അശോകനും അതേപോലെയുള്ള ബാക്കിയുള്ള നടന്മാരൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ മമ്മൂക്ക പോയി അഭിനയിച്ചൊരു ചിത്രമാണ്. അപ്പോൾ ആ ചിത്രത്തിന് എന്തിനാണ് ഇത്രയും രീതിയിൽ വന്ന് കിടന്ന് മെഴുകി ഒരുമാതിരി വല്ലാത്ത രീതിയിൽ കരിവാരി തേച്ച് കാണിക്കുന്നത്? മോഹൻലാൽ ബബ്ബായിൽ വന്നിട്ട് അപരാധം പിടിച്ച കുറേ സാധനങ്ങൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. അശ്വന്ത് കൊക്കിനില്ല എന്നല്ല, ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇതിൽ മമ്മൂക്ക ചെയ്തത് ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, മമ്മൂക്ക എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതല്ല ഇവർക്ക് പ്രശ്നം, എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർക്ക് പ്രശ്നം. 74ാമത്തെ വയസ്സ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ടെങ്കിലും 74ാമത്തെ വയസ്സെന്ന് വെറുതെ അങ്ങ് പറഞ്ഞു വിട്ടാൽ തീരാവുന്നതാണോ? നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങൾക്കറിയാവുന്ന ആളുകളുടെയൊക്കെ ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വടിയും കുത്തിയൊക്കെ കഷ്ടപ്പാടാണ് ജീവിച്ചു പോകാമെന്ന് പറയുന്നത്. നടക്കാൻ പോലും ഒന്ന് വയ്യ, നേരെ ചൊവ്വ ഒന്ന് കുനിഞ്ഞൊരു സാധനം പോലും എടുക്കാൻ വയ്യ. അപ്പോൾ 74 വയസ്സിൽ അദ്ദേഹത്തിന് ഈ പല അസുഖങ്ങളും വന്ന് പെട്ടിട്ട് നീണ്ട 8 മാസത്തോളം അദ്ദേഹം വിശ്രമവേളയിലായിരുന്നിട്ട് അതെല്ലാം തരണം ചെയ്ത് വന്നൊരു മമ്മൂക്കയെ നമ്മൾ കണ്ടതാണ്. ക്ഷീണിതനാണ്, വളരെ ക്ഷീണിതനായൊരു മമ്മൂക്ക. അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി, അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്, എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷീണം വിളിച്ചു കാണിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ് നീണ്ട 8 മാസത്തിന് ശേഷം മമ്മൂക്ക വന്നപ്പോൾ. പിന്നീട് അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും, കളങ്കാവൽ സിനിമയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മമ്മൂക്കയുടെ ആ ഒരു ലെവല് മാറി, മമ്മൂക്കയുടെ ആ ഒരു മാനറിസം മാറി, മമ്മൂക്കയുടെ ഒരു എന്താ പറയുക, മമ്മൂക്കയുടെ ലുക്ക്, മമ്മൂക്കയുടെ ഡ്രസ്സിങ് സ്റ്റൈല്, മമ്മൂക്കയുടെ സംസാര രീതി എല്ലാം മാറി. വീണ്ടും നമുക്ക് ആ ഒരു 2-3-4 വർഷം മുൻപുള്ള മമ്മൂക്ക എന്താണോ ആ രീതിയിൽ തന്നെ കിട്ടി. പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാവർക്കും വരും മക്കളെ, എന്നും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ മമ്മൂക്ക അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മമ്മൂക്കയുടെ പ്രായം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം മമ്മൂക്ക അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ സിനിമ വീണ്ടും അഭിനയത്തിലുള്ള അഭിനിവേശം കൊണ്ട് ചെയ്തു പോകുന്നതാണ്, അല്ലാതെ കോമാളി ആവാനോ അല്ലെങ്കിൽ കോമാളി വേഷം കിട്ടി പൈസ ഉണ്ടാക്കാനോ ഒന്നും ചെയ്യുന്നതല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് മമ്മൂക്ക ഇല്ലായ്മ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ കുറേ ഏട്ടൻ ഫാൻസ് ഒക്കെ ഉണ്ട്. മക്കളെ, നിൻ്റെയൊക്കെ മോഹം രണ്ടായിട്ടും മടക്കി കുത്തി മടിക്കുത്തിന് താഴെ വെച്ചോണം കേട്ടോ. അതായത് രണ്ടായിട്ട് മടക്കി കുത്തി മടിക്കുത്തിന് താഴെ, അതിവിടെ വില പോവില്ല. മമ്മൂക്ക ഇനിയും കിട്ടിക്കഴിഞ്ഞാൽ ഏത് വേഷം വേണമെങ്കിലും ചെയ്യും. അത് ഏത് സ്റ്റണ്ടാണെങ്കിലും, ഏത് ഫൈറ്റാണെങ്കിലും, ഏത് സീനാണെങ്കിലും, രാക്ഷസനായിക്കോട്ടെ, ചാത്തനായിക്കോട്ടെ, നായകനായിക്കോട്ടെ, പ്രതിനായകനായിക്കോട്ടെ, എന്ത് കിട്ടിയാലും അതിനെയെല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ട് ചെയ്യാൻ സാധിക്കുന്ന നമ്മുടെ അപൂർവ ഇതിഹാസങ്ങളിലൊന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇതിഹാസം, മലയാള സിനിമയുടെ ഇതിഹാസം, മലയാളികളുടെ ഇതിഹാസം, അതാണ് മമ്മൂക്ക. എന്നും മമ്മൂക്കയ്ക്ക് കൊടുക്കുന്ന ഒരു പിന്തുണ ഞങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി മമ്മൂക്കയ്ക്ക് അഭിനയിക്കാൻ വയ്യെങ്കിലും, മമ്മൂക്ക ഒന്നും ചെയ്യുന്നില്ല, ഒരു സൈഡിൽ മാറിയിരിക്കുകയാണെങ്കിലും ഈ പിന്തുണ എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോടാ അശ്വന്ത് കൊക്ക് മോനെ, പിന്നെ അതേപോലെ ഏട്ടൻ ഫക്തൻസേ. ഓക്കെ, ബൈ.